പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റപത്രം NIA കോടതിയിൽ ഫയൽ ചെയ്തു. ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തൊയ്ബ, TRF എന്നിവയുടെ പങ്ക് കുറ്റപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബി ബാലഗോപാലുണ്ട്. ബാലു, രാജ്യം നടുങ്ങിയ സംഭവത്തിലെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങളായി വരുന്നത്? ബാലു, പ്രതീക്ഷ, പഹൽഗാം ഭീകരാക്രമണ കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 22-ന് നടന്ന ഭീകരാക്രമണത്തിൽ 25 വിനോദസഞ്ചാരികളും ഒരു പ്രദേശവാസിയും ഉൾപ്പെടെ 26 പേരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. ഈ കേസ് അന്വേഷിച്ച NIA ആണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെയും അതുപോലെ തന്നെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF-ന്റെയും പങ്ക് ഈ കുറ്റപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഭീകരാക്രമണം നടത്തിയ 3 പാകിസ്ഥാൻ ഭീകരരുടെ പേരും ഈ കുറ്റപത്രത്തിൽ ഉണ്ട്. ഈ 3 ഭീകരരും ഇക്കഴിഞ്ഞ ജൂലൈ 28-ന് ശ്രീനഗറിന് സമീപത്ത് സൈന്യം നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആക്രമണ കേസ് അന്വേഷിച്ചിരുന്ന NIA ഏതാണ്ട് 350ഓളം പേരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ പഹൽഗാമിൽ നിന്ന് അറസ്റ്റിലായ 2 പേരായിരുന്നു ഈ ഭീകരരെ തിരിച്ചറിയുകയും മറ്റും ചെയ്തിരുന്നത്. ഏതായാലും വളരെ ബൃഹത്തായ ഒരു കുറ്റപത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NIA ജമ്മുവിലെ പ്രത്യേക കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്.